പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം അന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവാസികളും പരദേശികളുമായവരെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയാൻ ഇടവന്നത്. നമുക്കറിയാം, ആദ്യം ദൈവസഭയെ പീഡിപ്പിച്ചത് യഹൂദന്മാരാണെങ്കിൽ പിന്നീട് റോമക്കാരാണ് സഭയെ പീഡിപ്പിച്ചുകൊണ്ട് കടന്നുപോയത്. റോമൻ ചക്രവർത്തിയായ നീറോയും ഡെമോഷ്യൻ തുടങ്ങിയവർ സുവിശേഷകർക്കെതിരെ നിഷ്കാരുണ്യം പ്രവർത്തിച്ചവരായിരുന്നു. ദൈവസഭയെ എങ്ങനെ നശിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രവൃത്തിയെങ്കിൽ അപ്പസ്തോലനായ യോഹന്നാനെ തിളച്ചുമറിയുന്ന എണ്ണയിലിട്ടു അവിടെ നിന്നും ദൈവം രക്ഷിക്കുന്നത് കാണാൻ കഴിയും. ആരാരുമില്ലാത്ത പത്മോസ് എന്ന ദ്വീപിലേക്ക് തള്ളിയിട്ടെങ്കിലും അവിടെയും ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. മനുഷ്യനെ കസേരയിൽ പിടിച്ചു കെട്ടി, പഴിപ്പിച്ച കസേരയിൽ പിടിച്ചു കെട്ടി അവർ അട്ടഹസിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ പീഡനങ്ങളുടെ നടുവിലും ദൈവത്തെ അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾ പരാതിയോ പരിഭവമില്ലാതെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം അങ്ങനെയുള്ളവരെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു പോകാൻ ഉറപ്പിക്കുവാനെല്ലാം ദൈവം ഇടയാക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങളോ എതിർപ്പുകളോ തടസ്സങ്ങളോ ഒറ്റപ്പെടുത്തലുകളോ കുറ്റപ്പെടുത്തലുകളോ ഒക്കെ ഒന്നും വന്നു കഴിഞ്ഞാലോ അപ്പോൾ നമ്മളൊക്കെ പൊട്ടിത്തെറിക്കും. ജീവിതത്തിലെ ചില കുറവുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഒന്ന് തിരുത്താനുള്ള ഒരു അഭിഷേകം നമ്മുടെ അകത്ത് കടന്നു വരുമ്പോൾ നീ ചെയ്യുന്ന തെറ്റാണ്, വചനപ്രകാരം നമ്മളെ തിരുത്തുമ്പോൾ പത്രോസ് പറഞ്ഞ വചനം കേട്ട് അന്നുണ്ടായിരുന്ന യഹൂദന്റെ അകത്ത് വലിയൊരു കുത്തുകൊണ്ടു. എങ്ങനെയാ കൊണ്ടേന്നറിയാമോ? അവരുടെ മുഖത്ത് നോക്കി അവരോട് പറയുക, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ ഞങ്ങൾ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുന്നു. അവർക്ക് മനസ്സിലായി ഞങ്ങളാ കൊന്നത്. അവർ ചെയ്ത തെറ്റ് അവർ തിരിച്ചറിഞ്ഞ് അപ്പസ്തോലനായ പത്രോസിനോട് ചോദിച്ചു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, വചനം കേൾക്കുമ്പോൾ വലിയൊരു പ്രത്യേകതയാണ്, ഇരുതല വാളാണ്. നമ്മുടെ ചില വാക്കുകൾ കൊണ്ട് നമ്മുടെ ഭർത്താവിനോ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ ആർക്കെങ്കിലും വേദന വരുന്നുണ്ടെങ്കിൽ ഇവിടെയാ നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളെ ദൈവം സ്വന്തമായി കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നവരാ. നമ്മൾ അന്യരും പരദേശികളൊന്നുമല്ല, നമ്മൾ പ്രവാസികളൊന്നുമല്ല. നമ്മൾ കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാ, കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. നമ്മൾ അന്യരായിട്ടല്ല ജീവിക്കേണ്ടത്, മക്കളെപ്പോലെ ജീവിക്കണം. നമുക്ക് ഈ ഒരു പ്രഭാതം തന്ന ദൈവമില്ലേ? മകനെന്ന ഒരു പദവിയിലൂടെ, മകളെന്ന ഒരു പദവിയിലൂടെ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്കും എൻ്റെ അതിരത്തിൽ നിന്ന് പിള്ളിയിലേക്ക് വരരുതേ എന്നൊരു പ്രാർത്ഥന നമുക്ക് വേണ്ടേ? വചനം അങ്ങനെയാണ്. യഹൂദന്മാർക്ക് അങ്ങനെ യേശുവിനെ ഒറ്റിക്കൊടുത്തവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞെങ്കിൽ ഈ കേൾക്കുന്ന വചനം എൻ്റെ വാക്കുമൂലം എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും വിഷമം വരുന്നുണ്ടെങ്കിലോ, ഞാൻ എൻ്റെ അമ്മായിമ്മയോടോ അമ്മായിപ്പനോടോ എൻ്റെ കുടുംബത്തിലുള്ളവർക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ അയൽവാസികൾക്കോ ഒരു വേദന പറ്റുന്നുണ്ടെങ്കിൽ, എൻ്റെ ജോലിക്കാർക്ക് എന്തെങ്കിലും പ്രയാസം വരുന്ന വിധത്തിൽ ഞാൻ ഇടപെടുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ദൈവവചനത്തിൽ എന്നെ തിരുത്തുന്ന എൻ്റെ കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ ഒരു നല്ലൊരു പ്രഭാതം നമുക്ക് വേണ്ടേ? എത്ര ഉയർന്ന ജോലിയാണെങ്കിലും താഴ്ന്ന ജോലിക്കാരെ കാണുമ്പോൾ നമ്മളൊന്ന് ബഹുമാനിക്കണ്ടേ?
കർത്താവിൻ്റെ കൂടെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗീയ അപ്പച്ച, നിന്റെ സന്നിധി ഞങ്ങൾ ഒന്നിച്ചായിരിക്കാൻ കർത്താവെ, നീ വിളിച്ച വിളിക്ക് ഒത്തവണ്ണം നിന്റെ കൂടെ പോകത്തക്ക വിധം നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. നിന്റെ കരുതലും കാവലും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.